ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും ഇന്ന് വീഡിയോ ഈ ബയോഗ്യാസ് പ്ലാന്റിനെ പറ്റിയാണ്. ഈ ബയോഗ്യാസ് പ്ലാന്റ് വാങ്ങിയിട്ട് ഇപ്പോൾ 45 ദിവസമായി. ഇപ്പോൾ ഏകദേശം നമുക്ക് 1.5 to 2 മണിക്കൂർ വരെ നമുക്ക് ഇതിനകത്ത് ഗ്യാസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ നോക്കുക, ഇത് 10 മണിക്കൂർ കൊണ്ടാണ് ഏകദേശം ഇത്രയും ഗ്യാസ് ആയത്. അതായത് ഇന്നലെ 8 മണിക്ക്, രാത്രി 8 മണിക്ക് ഫുള്ള് കാലിയാക്കിയതാണ് ഏകദേശം. അതിനുശേഷം നമുക്ക് രാവിലെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും ഗ്യാസ് കിട്ടുന്നുണ്ട്. ഇത്രയും ഒരളവ് ഗ്യാസ് നമുക്ക് ഒരു 3/4 മണിക്കൂർ നമുക്ക് എന്തായാലും ഈസിയായിട്ട് നമുക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചാണ്. നമ്മൾ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വരെ ഈ ഗ്യാസ് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന പച്ചക്കറി വേസ്റ്റ് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ, അതായത് കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെയുള്ള, അതുപോലെ ചോറ് അങ്ങനെയൊക്കെയുള്ള സാധനം ഇടുന്നതനുസരിച്ച് ഗ്യാസ് നല്ല വൃത്തിയായിട്ട് കൂടുതൽ കിട്ടും. കൂടുതലും പച്ചക്കറി, അതുപോലെ ചോറ് അങ്ങനെയൊക്കെയുള്ള ഭക്ഷണ സാധനം ഇടുമ്പോഴാണ് നല്ല രീതിയിൽ ഗ്യാസ് കിട്ടുന്നത്. ഞാൻ ഇടുന്നത് പച്ചക്കറി വേസ്റ്റും ബാക്കി വരുന്ന ചോറിൻ്റെ അവശിഷ്ടങ്ങളും, പിന്നെ അതുപോലെ 10-12 കോഴികളുണ്ട്. ആ കോഴികളുടെ കോഴിക്കാഷ്ടവുമാണ് ഇട്ട് കൊടുക്കുന്നത്. കോഴിക്കാഷ്ടം കുറച്ചിടും. അതിൻ്റെ കൂടെ നമ്മൾ ഈ കഞ്ഞിവെള്ളവും ചോറും ഒക്കെ ഇട്ട് ചോറും ബാക്കി വരുന്ന ഈ പഴയ ചോറുകളൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 8 ലിറ്റർ ചോറും വെള്ളവും അങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം കൂടി ചേർത്ത് ഒരു 8 ലിറ്റർ ആക്കിയാണ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.5 to 2 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ എനിക്ക് 26,500 രൂപയാണ് ആയിട്ടുള്ളത്. ഇത് 1 m3, അതായത് 1 മീറ്റർ ക്യൂബിൻ്റെ പ്ലാന്റാണ് ഇത്. ഞങ്ങൾ 3 പേരുള്ള ഒരു കുടുംബമാണ്. 3 പേരുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മുതിർന്നവർ 2 പേരും പിന്നെ ഒരു കുട്ടിയും, 11 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഉള്ളത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്യാസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ LPG ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാൻ, നമുക്ക് ബയോഗ്യാസ് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു സപ്പോർട്ടായിട്ട് LPGയും കൂടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതാവും. പിന്നെ കുറച്ച് ഇൻഡക്ഷൻ കുക്കറോടെ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു ഗ്യാസിൻ്റെ ഇന്ധനത്തിൻ്റെ ഉപയോഗം നമുക്ക് നന്നായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇതുവഴിയാണ് കിച്ചൺ വേസ്റ്റുകളൊക്കെ നമ്മൾ ഇടുന്നത്. പിന്നെ നമുക്ക് ഇതുവഴിയാണ് സ്ലറി വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം കിടക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിനകത്താണ് ഈ ചേമ്പർ പൊങ്ങിയും താഴുകയും ചെയ്യുന്നത്. ഈ ഗ്യാസ് ചേമ്പർ പൊങ്ങിയും താഴുമ്പോൾ ചെയ്യുമ്പം ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് ആ വെള്ളം. മാത്രമല്ല, ഇത് പൊങ്ങുമ്പം ഈ ചേമ്പറിൽ നിറഞ്ഞിരിക്കുന്ന ഗ്യാസ് വെള്ളത്തിൽ കൂടെ പുറത്ത് പോകാതിരിക്കാനും കൂടെ ഈ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. എന്നാലും നമുക്ക് ഫുള്ള് ഏകദേശം ഈ ചേമ്പർ നല്ല വൃത്തിയായിട്ട്, ഗ്യാസ് ചേമ്പർ നല്ല വൃത്തിയായിട്ട് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറായിട്ട് വരുന്ന ഗ്യാസ്, അതായത് ഒരു ലിമിറ്റിനപ്പുറം നമ്മൾ ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ ആ ഗ്യാസ് ഈ വെള്ളത്തിൽ കൂടെ തന്നെ പോകും. അതുകൊണ്ട് ഇൻ കേസ് നമുക്ക് നമ്മുടെ ഇതിനകത്ത് ആളില്ലെങ്കിലും ഗ്യാസ് നിറഞ്ഞ് ഈ ചേമ്പർ പൊങ്ങിപ്പോകാനൊന്നും പേടിയൊന്നും വേണ്ട. അത് പൊങ്ങിപ്പോകത്തില്ല. അതിന് പകരം ആ ഗ്യാസ് ഈ വെള്ളത്തിൽ കൂടെ തന്നെ, ഈ വരുന്ന വെള്ളത്തിൽ കൂടെ തന്നെ, ഈ കിടക്കുന്ന വെള്ളത്തിൽ കൂടെ തന്നെ വെളിയിലേക്ക് പോകും. പിന്നെ ഈ വെള്ളം നമ്മുടെ ഇതിനകത്ത് കിടക്കുന്ന വേസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് നമുക്ക് അല്പം നമുക്ക് ഒരു ഡീസലോ അല്ലെങ്കിൽ ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ അത്യാവശ്യം ഈ വെള്ളം കളയണമെന്നുണ്ടെങ്കിൽ, ഈ കിടക്കുന്ന വെള്ളം നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയാം. അതായത് ഈ ഗ്യാസ് മൊത്തം പോയതിന് ശേഷം ഈ വെള്ളം മൊത്തം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് മൊത്തം പോകും. അപ്പം വെള്ളം ഈ നമ്മുടെ കിച്ചണിലെ ഗ്യാസ് ഉപയോഗിച്ചതിന് ശേഷം ഇതിങ്ങനെ താഴെ എത്തുമ്പോൾ നമുക്ക് ഈ വെള്ളം പലപ്പോഴും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തുറന്ന് കളയാൻ വേണമെങ്കിൽ 2-3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് തുറന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വെള്ളം നിറയ്ക്കാം. അങ്ങനെയൊക്കെ പറ്റും. ഇപ്പോൾ ഈ ഒരളവ് വെച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാതെ എത്രത്തോളം ഗ്യാസ് പൊങ്ങുമെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കണക്കിന് വേണ്ടി വെച്ചതാണ്. ഇത് നമ്മൾ നല്ല ഗ്യാസ് കിച്ചൺ വേസ്റ്റ്, നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ, പഴയ കഞ്ഞിവെള്ളവും അങ്ങനെയുള്ളതൊക്കെ, നല്ല ചോറ്, പഴകിയ ചോറൊക്കെ ഇടുകയാണെങ്കിൽ ഒരു മണിക്കൂർ 3 സെൻറ്റിമീറ്റർ വെച്ച് പൊങ്ങും. 3-3.5 സെൻറ്റിമീറ്റർ ഒക്കെ വെച്ച് പൊങ്ങും. പിന്നെ ഈ ഇറച്ചി വേസ്റ്റിനേക്കാളും കൂടുതൽ ഗ്യാസ് പോകുന്നത് നമ്മുടെ ചോറ്, പഴകിയ കൂട്ടാനുകളൊക്കെ ഇടുമ്പോഴാണ് ഗ്യാസ് നിറച്ചിട്ട് പോകുന്നത്. അതുപോലെ ഈ
മീൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഇടുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഗ്യാസ് അത്ര വലുതായിട്ട് അതിനേക്കാളും കൂടുതൽ ഈ ചോറിൻ്റെ വേസ്റ്റുകൾ കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ ഒഴിക്കുമ്പോഴാണ് കൂടുതൽ വെജിറ്റേറിയൻ സാധനങ്ങൾ ഇടുമ്പോഴാണ് ഗ്യാസ് നിറവിച്ചായിട്ട് പൊങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ കോഴിക്കാഷ്ടം ഇടുമ്പോഴും കോഴിക്കാഷ്ടം വെള്ളത്തിൽ മിക്സ് ചെയ്താണ് ഇടുന്നത്, വെള്ളം പോലെ ആക്കിയാണ് ഇടുന്നത്. അപ്പം അതും ഇതിനകത്തിടുമ്പോൾ നല്ല ഗ്യാസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ചാമ്പല് മിക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇടരുത്. ഇതിനകത്തുള്ള ബാക്ടീരിയ എന്ന് വെച്ചാൽ ഹൈലി സെൻസിറ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് സോപ്പ് പത അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഡിറ്റർജൻറ്റ് കലർങ്ങിയത്, ചാമ്പൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മാക്സിമം ഇടാതിരിക്കാൻ ശ്രമിക്കണം. ഇട്ട് കഴിഞ്ഞപ്പോൾ ചിലപ്പം ഗ്യാസ് ഉണ്ടാകുന്നത് കുറയും. പിന്നെ എയറായിരിക്കും വരുന്നത്. ഗ്യാസ് പറയുമ്പോൾ ചിലപ്പോൾ എയറൊക്കെ ആയിരിക്കും വരുന്നത്. കാരണം അതിനകത്ത് ബാക്ടീരിയ വളരെ തീർത്തും എയറുമായിട്ട് സമ്പർക്കമില്ലാത്ത രീതിയിലുള്ള ബാക്ടീരിയകളാണ് നമുക്ക് മീഥേൻ ഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പം ബാക്ടീരിയയുടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ, അതായത് ശല്യപ്പെടുത്താതെ നമ്മൾ ചെയ്യണം. ഇപ്പോൾ കെമിക്കലുകൾ ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഇടുന്ന വേസ്റ്റിനകത്ത് അതിൻ്റെ അംശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സോപ്പ് വെള്ളം ഒക്കെ അതിനകത്ത് വീഴാതെ ശ്രദ്ധിക്കണം. പിന്നെ ഞങ്ങളുടെ 12 കോഴികളുണ്ട്. ആ കോഴികളുടെ വേസ്റ്റ് നമ്മുടെ അടിപൊളിയാണ് ഞങ്ങൾ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് വേസ്റ്റ് എല്ലാം ക്ലിയറാക്കി ഇട്ടേക്കാണ്. ഇന്നത്തെ വേസ്റ്റാണ്. ഇന്നലെ രാവിലെ ശേഷം ഇന്നലെ രാവിലത്തെ വേസ്റ്റ് എടുത്തായിരുന്നു. അതിന് ശേഷം രാത്രിയിലത്തെ വേസ്റ്റാണ് ഇത്. ഇത് കോരിയെടുത്ത് ആ ബയോഗ്യാസ് പ്ലാന്റിലിടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്യാസ് കിട്ടും. പിന്നെ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന ഈ സ്ലറി നമുക്ക് ഈ പാത്രത്തിൽ കളക്ട് ചെയ്യാം. പിന്നെ കുറച്ച് സ്ലറി വന്നിട്ടുണ്ട്. ആ സ്ലറി ആണ് കുറച്ച് തുള്ളിയായിട്ടൊക്കെ വരുന്നുണ്ട്. ഈ സ്ലറി നമ്മൾ കളക്ട് ചെയ്ത് വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ പച്ചക്കറികൾക്കൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് പുഷ്ടിയോടെ അത് വളരും. ഇത് കുറച്ച് പയറാണ്. കൃഷികളൊക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബയോഗ്യാസ് പ്ലാന്റ് വെച്ചതിന് ശേഷം തുടങ്ങിയ കൃഷികളാണ്. അപ്പോൾ അത് ഇച്ചിരി ഗ്രോത്തായി വരുന്നുണ്ട്. നല്ല വളർച്ചയിൽ വരുന്നുണ്ട് പുഷ്ടിയോടെ. പിന്നെ ഇപ്പോഴും നല്ല ഉണക്കാലാണ്. അത് വെള്ളത്തിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അതിൻ്റെ ഒരു പുഷ്ടിക്കുറവ് ചെടികൾ കാണുന്നുണ്ട്. എന്നാലും നമ്മൾ ആ സ്ലറിയൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ ചീരയാണ്. വെണ്ട, കോളിഫ്ലവർ, ചീര, മുളക്, ചീര, കോളിഫ്ലവർ കിളിച്ചിട്ടുണ്ട്. ചെയ്താൽ നോക്കാം. കോളിഫ്ലവർ, മുളക്, തക്കാളി, വഴുതനങ്ങ, ചെടികൾ, ഞങ്ങളുടെ ബയോഗ്യാസിൻ്റെ അടുപ്പ് നമുക്ക് ജ്വാല കൂട്ടാൻ നല്ല ജ്വാല വരും. നമുക്ക് കൺട്രോൾ ചെയ്താണ് നമ്മൾ ജ്വാല ഉപയോഗിക്കേണ്ടത്. കൂടുതൽ ജ്വാല നല്ല നീല ജ്വാല നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഒറ്റ കളർ പോലും വ്യത്യാസമില്ല. നല്ല നീല ജ്വാലയിലാണ് ബയോഗ്യാസ് കത്തുന്നത്. നമുക്ക് ചൂട് കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. രാവിലത്തെ കൂട്ടാനുള്ള രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ അല്ലെങ്കിൽ കടലയൊക്കെ നമുക്ക് ഇതിനകത്താണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 3/4 മണിക്കൂറോളം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമുക്ക് നീല. അത് വേണമെങ്കിൽ ചൂടുണ്ടെങ്കിൽ കൂട്ടാം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. നല്ല ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഒരു വീടിന് അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക.
നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ക്ഷമയോട് കൂടി എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. താങ്ക് യു.